ഗുഡ് മോദി കെയർ മോർണിംഗ്. വിജ്ഞാനിൽ ഇന്നത്തെ വിഷയം ജോയിനിങ് ഫോർമാലിറ്റീസ് ഇൻ മോദി കെയർ. മോദി കെയറിൽ അംഗത്വം സ്വീകരിക്കുന്ന ജോയിനിങ്ങിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മോദി കെയറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് www.modicare.com എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്യാം. മോദി കെയറിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മോദി കെയറിന്റെ കൊച്ചിനോ തിരുവനന്തപുരമുള്ള ഓഫീസിൽ ഫിസിക്കൽ ഡോക്യുമെന്റ്സ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി ജോയിനിങ്ങിന്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ നോ യുവർ കസ്റ്റമർ KYC ഡീറ്റെയിൽസ്, രണ്ടാമത്തത് ബാങ്ക് ഡീറ്റെയിൽസ്, മൂന്നാമത്തെ പാൻ ഡീറ്റെയിൽസ്. ഒന്നാമത്തെ KYC ഡീറ്റെയിൽസിന്റെ ഭാഗമായിട്ട് കമ്പനിക്ക് വേണ്ടത് നിങ്ങളുടെ ID പ്രൂഫും അഡ്രസ് പ്രൂഫാണ്. അപ്പൊ ID പ്രൂഫും അഡ്രസ് പ്രൂഫുമായിട്ട് നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ചുള്ള വോട്ടേഴ്സ് ഐഡി കൊടുക്കാം, ആധാർ കൊടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം. ഈ 4 കാര്യവും രണ്ടിനും കൂടി ഉള്ളതാണ്. ഈ 4 കാര്യങ്ങൾ ഇല്ലാത്ത വ്യക്തികൾ ID പ്രൂഫായിട്ട് പാൻ ഡീറ്റെയിൽസും അഡ്രസ് പ്രൂഫായിട്ട് ടെലിഫോൺ ബിൽ, വാട്ടർ ബിൽ, ഗ്യാസ് കണക്ഷൻ ബിൽ, പാസ്ബുക്കിന്റെ കോപ്പി ഡീറ്റെയിൽസ്, അഞ്ചാമത്തത് അക്കൗണ്ട് ഡീറ്റെയിൽസ് സ്റ്റാമ്പ് ചെയ്ത് സീൽ ചെയ്ത ഡോക്യുമെന്റ്സ് അഡ്രസ് പ്രൂഫായിട്ട് കൊടുക്കാം. ഇത് സബ്മിറ്റ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം, വെബ്സൈറ്റ് യൂസ് ചെയ്യാം, support-modicare@modi.com എന്ന് പറയുന്ന മെയിൽ ID യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മോദി കെയറിന്റെ ഓഫീസ് യൂസ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മോദി കെയറിൽ ജോയിൻ ചെയ്ത് 6 മാസത്തിനുള്ളിൽ നിങ്ങൾ KYC സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ നേടിയെടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് പോലും ക്രെഡിറ്റ് ആവില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ബാങ്ക് ഡീറ്റെയിൽസ്. നിങ്ങൾ ബിസിനസ് ചെയ്ത് അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ചെക്ക് ലീഫ്, പേരോട് കൂടിയ ക്യാൻസൽ ചെയ്യാത്ത ചെക്ക് ലീഫ്, അല്ലെങ്കിൽ പാസ്ബുക്കിന്റെ കോപ്പി, അല്ലെങ്കിൽ സീൽ ചെയ്ത സ്റ്റാമ്പ് ചെയ്ത അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഇത് സബ്മിറ്റ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ, മോദി കെയറിന്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ കാര്യം, പാൻ ഡീറ്റെയിൽസ്, പെർമനന്റ് അക്കൗണ്ട് നമ്പർ, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മോദി കെയറിൽ ജോയിൻ ചെയ്ത് ഓരോ മാസത്തെ വരുമാനം കൂട്ടി എക്യുമുലേഷനിൽ 15,000 ആവുന്നതിന് മുന്നേ നിങ്ങൾ പാൻ സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ നേടിയെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ 15,000ന്റെ 20% TDSും പിന്നീടുള്ള മാസങ്ങളിലെ വരുമാനത്തിന് 20% കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. നേരെ മറിച്ച് 15,000 ആവുന്നതിന് മുന്നേ പാൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം, നിങ്ങൾക്ക് ആ 15,000ന്റെ 5% കൊടുക്കണ്ടു, പിന്നീടുള്ള മാസങ്ങളിലെ വരുമാനത്തിന് 5% കൊടുക്കണ്ടു. നിങ്ങൾ ഈ 5% കൊടുക്കുന്നതൊക്കെ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ഏതാണോ ബ്രാക്കറ്റ്, ആ ബ്രാക്കറ്റിൽ ബേസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കൊടുക്കണ്ടു. ഗവൺമെന്റ് ഈ അധികം കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങിക്കാനുള്ള സോഴ്സും ഉണ്ട്. ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ പാൻ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് support-modicare@modi.com എന്ന് പറഞ്ഞ മെയിൽ ID യൂസ് ചെയ്യാം, നിങ്ങൾക്ക് വെബ്സൈറ്റ് യൂസ് ചെയ്യാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മോദി കെയറിൽ കൊടുക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സിലും നിങ്ങളുടെ പേരൊക്കെ കറക്റ്റ് ആയിരിക്കണം. മിസ്മാച്ച് വരാൻ പാടില്ല. പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ പേര് ജിനീഷ് കെ എന്നാണ്. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ആധാർ കൊടുക്കുന്നു, ആധാറിൽ ജിനീഷ് കെ ഉണ്ട്. പക്ഷെ ഞാൻ NEFTന്റെ ഭാഗമായിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ചെക്ക് ലീഫിലോ അല്ലെങ്കിൽ പാസ്ബുക്കിന്റെ കോപ്പിയിലോ ജിനീഷിന് മാത്രമേ ഉള്ളൂ, ഇനീഷ്യൽ ഇല്ലെങ്കിൽ അത് മിസ്മാച്ച് ആണ്, റിജക്ട് ചെയ്യും. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡോക്യുമെന്റ്സ് എല്ലാം ഒരുപോലെയാണെന്ന് നോക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുക. അത് നമ്മുടെ അവകാശമാണ്. മോദി കെയറിന്റെ കാളും റൈറ്റ് നമ്മുടെ അവകാശമാണ്. നമ്മുടെ കയ്യിലെ എല്ലാ ഡോക്യുമെന്റ്സിലും ഒരേപോലെ ആയിരിക്കണം എല്ലാ ഡീറ്റെയിൽസും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ശരിക്കും മനസ്സിലാക്കിയെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ടീമിലേക്കൊക്കെ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ജിനി സൈനിങ് ഔട്ട്. ബൈ. ജയ് മോദി കെയർ.